ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ അപ്ഡേഷൻ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ KSRTC ബസ്സിൻ്റെ പാർട്ട് 16 വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിന് റിയർ ആക്സിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിന് ജസ്റ്റ് വർക്കിനൂടെ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ വർക്കിംഗ്. നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അത്യാവശ്യം ടോർക്കും അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗിയർ മോട്ടർ യൂസ് ചെയ്ത് ഗൈസ് ഈ റിയർ ആക്സിൽ ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഈ വണ്ടി RC ആക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ്. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ചാനൽ സബ് ചെയ്ത് ഗൈസ്. ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക ഗൈസ്. പിന്നെ നമ്മുടെ Instagram ID കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ഗൈസ്. താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഗിയർ മോട്ടറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടറാണ് ആവശ്യമുള്ളത്. അതിനുശേഷം നമുക്ക് പേനയുടെ ബോഡി ആവശ്യമുണ്ട് ഗൈസ്. 2 എണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബോഡി എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ പേനയുടെ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ഒരു ഗിയർ മോട്ടറിൻ്റെ വീലിടുന്ന ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത പേന നമ്മൾ ഇതുപോലെ ഒന്ന് ഇറക്കി നോക്കണം ഗൈസ്. അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഭാഗത്തിന് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ 2 സ്ഥലത്തും ഒന്ന് നോക്കുക, അത് സ്മൂത്തായിട്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക ഗൈസ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ബോഡി നമ്മൾ ഈ മോട്ടറിൻ്റെ വീലിടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോൾ ഇട്ടിട്ടാണ് ഗൈസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്ത് ഇതുപോലെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു കമ്പിയാണ് ഗൈസ്. ഇത് കമ്പിത്തിരിയുടെ കമ്പിയാണ് ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുവിൽ കൂടെ ഒരു ഹോൾ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാനാണ് ഗൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും ഗൈസ്. അപ്പോൾ നമ്മളത് ഹോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ 2 സൈഡിലും ഹോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ 2 സൈഡ് ഇതുപോലെ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മൾ നേരത്തെ ഒരു കമ്പിത്തിരിയുടെ കമ്പി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. 2 കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കാണുന്ന ഹോൾ ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ആ ചെറിയൊരു നേരത്തെ എടുത്ത കമ്പി നമ്മൾ ഇതുപോലെ ഇറക്കി കൊടുക്കണം ഗൈസ്. അപ്പോൾ ഇത് ഇറങ്ങാൻ കുറച്ച് ടൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് അത് താഴേക്ക് ഇറക്കി സെറ്റ് ചെയ്ത് വെക്കണം ഗൈസ്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇത് ലോക്കായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ ആ പേനയുടെ ബോഡി പിടിച്ച് കറക്കുമ്പോൾ ഈ മോട്ടർ ഇങ്ങനെ സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് ഗൈസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഇത് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ 2 സൈഡിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പിടിച്ച് ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡ് നല്ല സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ബാറ്ററി കണക്ട് ചെയ്തൊന്ന് വർക്കിംഗ് കൂടെ ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ ഇത് കറങ്ങുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നത് ഗൈസ്. വേറെ ഒരു വിഷയം കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് വീല് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ വീല് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ സാധനം നമ്മുടെ വണ്ടിയുടെ ചേസി വെച്ചിട്ട് അളവ് നോക്കി ഈ പേനയുടെ ബോഡി നമ്മൾ ആ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഗൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ടയറാണ് ഗൈസ് നമ്മൾ നമ്മുടെ ബസ്സിന് യൂസ് ചെയ്യുന്നത്. ഈ ടയർ നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഗൈസ്. അപ്പോൾ ഈ ടയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. താല്പര്യമുള്ളവർ കയറി കാണുക. നമ്മൾ ഫ്രണ്ട് ടയർ ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ലിങ്കും നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഈ ടയറാണ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ കാണുന്ന ഒരു പേനയുടെ ഇതിലേക്ക്. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഒരു കേസിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ 2 വീല് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളിത് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിൽ വീലും കൂടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളതിൽ വീല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നമ്മൾ വീലും കൂടെ സെറ്റ് ചെയ്തപ്പം അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കൂടെ കാണിച്ചു ഗൈസ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 3.7 വാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഗൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലും അത്യാവശ്യം നല്ല ടോർക്കിലും കറങ്ങുന്നതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഗിയർ മോട്ടർ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ നമ്മൾ സാധാരണ RC കാറിൻ്റെ ബോർഡ് വെച്ച് ഇത് RC ആക്കാനുള്ള പ്ലാനിലാണ് ഗൈസ്. നമ്മൾ വലിയ പവർ കൂടിയ മോട്ടർ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ സാധാരണ ഒരു ഗിയർ മോട്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഗൈസ്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഗൈസ്. അപ്പം ഇത്രയുള്ള ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക ഗൈസ്. പിന്നെ നമ്മൾ ഈ ടയർ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഗൈസ്. ഫ്രണ്ട് ടയറും അതുപോലെ ബാക്ക് ടയറും ഉണ്ടാക്കുന്നതിൻ്റെ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും ഗൈസ്. താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്യുക ഗൈസ്. അപ്പം നമ്മുടെ KSRTC ബസ്സിൻ്റെ തന്നെ മറ്റൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചാനൽ സബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ ടെക് വീഡിയോസും അതുപോലെ മിനിയേച്ചർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അതുവരേക്കും ബൈ.